കളിക്കണം എന്ന് ഓർക്കുമ്പോൾ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ഹലോ നെയ്ബർ. ഈ ഗെയിമിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ചെങ്ങായി പിടിക്കുന്നില്ല, ഏതൊരു ചെങ്ങായി ഒരു കൊച്ചിനെ അത് ആ റൂമിൽ പൂട്ടിട്ടിട്ടുണ്ട്. ആ കാണുന്ന റൂം നമ്മൾ രക്ഷിക്കണം. ഞാൻ ഏതോ യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് കളിക്കുന്നത്. ഇത് ഞാൻ എത്രത്തോളം കളിക്കുമെന്ന് എനിക്കൊന്നും അറിയത്തില്ല. നമ്മളതിലിപ്പോൾ ഒരു ബാസ്ക്കറ്റ് ഇരിപ്പുണ്ട് കേട്ടോ. ഇതെന്ത് എനിക്ക് ആദ്യം ഇങ്ങനെ കണ്ടായിരുന്നു. ഈ സ്റ്റെപ്പ് കയറി ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെങ്ങായി മണ്ടൻ. ഗൈസ്, നമ്മൾ ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ട്. അല്ലേ കളി ഇതത്തോടെ എൻ്റെ അതിനെ കേട്ടോ. സംഭവം പറഞ്ഞില്ല, അങ്ങനെ തൊട്ടടുത്തൂടെയാണ് പോയേ. എൻ്റെ അമ്മ. അപ്പം എല്ലാവരും ഞാൻ കുറേ നാളായി പിന്നെ വീഡിയോ ഇട്ടിട്ട്. ഗെയിമിംഗ് വീഡിയോ അത്ര നമ്മൾ കുറേ ഇട്ടായിരുന്നു ഗൈസ്. കാരണം എന്തോ കോപ്പിറൈറ്റ് ഒന്ന് പോയായിരുന്നു. നമ്മുടെ ചാനലേ ഇല്ലായിരുന്നു. കണ്ട് ഗൈസ്, ചാനലേ ഇല്ലായിരുന്നു അമ്മേ. അയ്യോ അയ്യോ, നമ്മുടെ ചാനൽ അമ്മോ. ഇയാൾക്ക് ഭയങ്കര സ്പീഡ് ഗൈസ്. ഇയാളിത് ഓക്കെ. നമ്മുടെ ചാനൽ എന്തോ ഒരു കോപ്പിറൈറ്റ് അടിച്ച് പോയായിരുന്നു കേട്ടോ. പക്ഷെ അത് നമ്മൾ പിന്നെ എടുത്ത് ഗൈസ്. പക്ഷെ അതിൻ്റെ അകത്ത് നമ്മൾ ഇട്ട വീഡിയോസ് എല്ലാം കുറച്ച് ഡിലീറ്റ് ആയി പോയായിരുന്നു. കാരണം മറ്റേതാണ് ഗെയിമിംഗ് വീഡിയോ ഒക്കെ ഡിലീറ്റ് ആയി പോയി ഗൈസ്. പക്ഷെ ഇതൊരു ഹൊറർ ഗെയിമാണ് ഗൈസ്. പക്ഷേ ഇത് നമ്മുടെ എന്തായിരുന്നു ഡൂഡ് ദെഫ്റ്റ് വാറോ അതില്ലേ, അത് നമ്മൾ കളിച്ചിരിക്കുക ഗൈസ്. അത് കുറേ എൻ്റെ ക്ലാസ്സിലെല്ലാവരും പറയുന്നുണ്ട്, എടാ നീ ഡൂഡ് ദെഫ്റ്റ് വാർ കളിക്കുക, അത് അടിപൊളി ഗെയിം. ആ ഒരു അതിൽ കുറേ ക്യാരക്ടേഴ്സിനൊക്കെ ഉണ്ട്. അത് ചാടോ റിച്ചിയോ ജാക്കോ അങ്ങനെ കണ്ട് കുറേ പേരുണ്ട്. നീ അവരെയൊക്കെ എടുത്ത് കളിക്കും. GTA 5 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൺ ആൻഡ്രോയിഡ് GTA 5 അത് നീ ഒന്ന് കളിച്ച് നോക്കുക. നമുക്ക് 3 ക്യാരക്ടറുണ്ട്, മൈക്കിളിനെയും ഫ്രാങ്കിളിനെയൊക്കെ പറയാം. എനിക്കറിയില്ല ഗൈസ്, നമുക്ക് കളിച്ച് നോക്കാം. ഇനി ഞാൻ കളിച്ചതാണോ എന്ന് എനിക്കറിയത്തില്ല. കളിച്ചാണെന്ന് എനിക്ക് തോന്നണേ. കണ്ടവർക്ക് അറിയാമായിരിക്കും, പക്ഷെ ഒന്നും കൂടെ കളിക്കുന്നതായിരിക്കും. കളിച്ചാണെങ്കിൽ നമ്മൾ ഒന്നും കൂടെ കളിക്കുന്നതായിരിക്കും ഗൈസ്. കാരണം അവന്മാർ പറഞ്ഞ് ചുമ്മാ കളിക്കുന്ന പോലെ അല്ല ഇത്. ഇതിൻ്റെ അകത്ത് നമുക്ക് കുറേ മെഷീൻസൊക്കെ ഉണ്ടെന്ന്. അതൊക്കെ ഉണ്ട്, ചിലപ്പോൾ കാണുമായിരിക്കും. അപ്പോൾ അതിന് മുമ്പ് എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ എൻ്റെ കൂട്ടുകാരൻ തന്നെ സജസ്റ്റ് ചെയ്തൊരു ഗെയിമാണ്. അപ്പോൾ എന്തൊക്കെയായാലും നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോവാം. ഇതുപോലെയൊക്കെയാണ് കേട്ടോ ഗെയിം. ഇപ്പോൾ ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് ചെയ്തുകൊണ്ടായിരിക്കും അവിടെയൊക്കെ കയറി ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇനി എന്തായിരിക്കും ഗൈസ്, ഇവിടം വരെ ഞാൻ കണ്ടുള്ളൂ. പിന്നെ എന്നായിരിക്കും എന്ന് എനിക്കറിയത്തില്ല. ഈ ചെങ്ങായി കണ്ട് ഓടിക്കോടി ഗൈസ്, ഓടിക്കോ ഗൈസ്. ഇതുകൊണ്ട് ഇയാൾക്ക് ഒടുക്കത്തെ സ്പീഡാണ് ഗൈസ്. ഇയാൾ ഉസൈൻ ബോൾട്ടിനെ തോപ്പിക്കുമെന്ന് പറഞ്ഞത്. ഗൈസ്, ഇയാൾ ഇന്ന സ്ഥലത്ത് നല്ല തെറിച്ചു പോയി. ആദ്യം ബാസ്ക്കറ്റൊക്കെ ആ ചില്ല് പൊട്ടിക്കാൻ നമുക്ക് എന്തെങ്കിലും വേണം. അതിനാണ് നമ്മളിപ്പോൾ ഇവിടെ കിടന്ന് ഈ കറങ്ങുന്നത്. പക്ഷേ ചെങ്ങായി സമ്മതിക്കണില്ല, പുറകെ തന്നെ വെച്ചു പിടിക്കുക. ഇയാളിത് ഫുട്ബോളറോ? നല്ല അടിപൊളി കിക്കൊക്കെ അടിക്കുന്നു. ഇതെന്താ ചെങ്ങായി പിടിക്കാൻ? ഇയാളുടെ താടി കണ്ടിട്ട് എനിക്ക് ചിരി വരുന്നു. ഒരുമാതിരി ചിരി വരുന്നു എനിക്ക്. എന്താണെന്നറിയത്തില്ല. ചെങ്ങായി നടന്നു പോകുന്നുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ വല്ല ഓടും. അമ്മേ അയ്യോ, അയ്യേ. ഇവനെന്താണിത്? നമ്മൾ വട്ടം കറക്കി, അത്രയേ ഉള്ളു. പൊട്ടൻ, മഹാപൊട്ടൻ. എവിടുന്നാണോ? അയ്യോ, പിടിച്ച് ഗായ്സ്. നമുക്കിതിൽ ഇൻഫിനിറ്റി ലൈഫ് ഉണ്ടെന്ന് ചിലവർ പറയുന്നത്. നമുക്കിപ്പോൾ പൊക്കത്തോട്ട് വെച്ച് പിടിക്കാം. പക്ഷേ ഈ സ്റ്റെപ്പ് ഇയാൾക്ക് നല്ല രീതിക്ക് പണി ചെയ്ത് വെച്ചോടെ. എന്താണ് ഇയാൾ ഇങ്ങനെ? സ്റ്റെപ്പും പണിയത്തില്ല, അല്ലേ നമുക്ക് ഈസി ആയിട്ട് കയറായിരുന്നു. ഇനി നമ്മുടെ കാലിൻ്റെ പ്രശ്നമാണോ? അയ്യോ, ഇങ്ങനെയൊക്കെ ചാടി എത്തി. പക്ഷെ വേറെ പ്രശ്നമുണ്ട്. ഇത് കണ്ട, ഇത് താഴെ വീഴും ഗൈസ്. കണ്ട ഗൈസ്, എനിക്ക് മടുത്ത്. എനിക്കൊന്ന് കുറേ 2 എടുക്കാം അല്ലേ? അപ്പോൾ കുഴപ്പം കാണിയല്ലേ. ഒരെണ്ണം കൂടെ എടുക്കാം. നമ്മളിപ്പോൾ ഒരെണ്ണം എടുത്താലും അത് താഴെ വീണപ്പോൾ നമ്മൾ വീണ്ടും ഇതിൽ വലിഞ്ഞു കയറണ്ടേ. അതുകൊണ്ടാണ് ഗൈസ് താഴെ വീണ്. ഇതെന്താണ് ഇയാൾക്ക്? ഒരു പൊട്ട സ്റ്റെയർ കേസ്.
ഞാൻ വേണം മറ്റേ അൾട്രാടെക് നല്ല രീതിക്ക് പണി ചെയ്ത് തരാം. ഞാൻ കാഴ്ച കൊടുത്തോളാം. നമുക്ക് കയറാൻ വേണ്ടിയല്ലേ. ഇത് ഇനി എത്ര സമയം എടുക്കുമെന്ന് എനിക്കറിയാല. ചങ്ങായി കണ്ട് പിടിച്ചടാ. അയ്യാണ് പിടിച്ച് ഗൈസ്. എൻ്റെ താടി കണ്ടോ? താടി സാബു എന്ന് വിളിക്കാം. താടി സാബു കണ്ടോ? വേറെ കൈ എവിടെ ഞാൻ കണ്ട്. പക്ഷെ ഇതിൻ്റെ അകത്ത് അയാൾ ഹൾക്ക് ബ്ലാസ്റ്റർ എന്നാണ് പറയുന്നത്. കാരണം അയാൾ ചില്ലൊക്കെ പിടിച്ചാണ് വരുന്നത്. മറ്റേ ഹൾക്കിനെ പോലെ സീനാണ് കേട്ടോ. അയാൾ ഹൾക്കിൻ്റെ ഡ്യൂപ്പ് എന്നാണ് പറയാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഈ സ്വിച്ച് ഓൺ ആക്കണം. എന്നിട്ട് നമ്മൾ ഈ ഇതെന്താ, ഇതൊക്കെ നേരത്തെ തുറന്നു നടക്കണമല്ലോ. ഇതെന്തേ ഇതൊക്കെ ഓണായി കിടക്കുക. ഇതെന്താ അങ്ങനെ? പക്ഷെ ഇതിൻ്റെ അകത്തൊക്കെ നമ്മൾ ചെയ്യണ്ടേ? അല്ല, അപ്പം ഇതിൻ്റെ അകത്ത് ഒന്നും കാണുന്നില്ലല്ലോ ഗൈസ്. ഇതിന് എന്താണ്? ഇതെനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ സത്യത്തി. ഇവിടെ ഇതൊക്കെ അതുപോലെ തന്നെ ഇരിക്കുന്നു. ഇതെന്തേ? പക്ഷെ നമ്മുടെ മറ്റേ ഇത് കിട്ടുന്നില്ല ഗൈസ്. കണ്ട ഗൈസ്, എന്താടേ ഇതിങ്ങനെ? നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ. നമ്മൾ റീസ്റ്റാർട്ട് അടിച്ചാൽ നമുക്ക് വേറൊരു ഇഷ്യൂ കാണാം. ഇത് ആദ്യം തൊട്ടല്ലേ അപ്പോൾ കളിക്കണ്ടേ? അല്ലല്ലോ, ഇതെന്താ ഗൈസ് ഇങ്ങനെ? റീസ്റ്റാർട്ട് അടിച്ചിട്ടും ന്യൂ ഗെയിമോ? ഇതൊന്നും കൂടെ ഓക്കെ. ഇനി ആദ്യം തൊട്ട് കളിക്കണം അല്ലേ? കാരണം പറഞ്ഞതല്ല, എന്നാലും നന്നായിരിക്കും. അതെല്ലാം അതുപോലെ നടക്കുന്നത്. ഇതുപോലെ RP ഗെയിമാണോ ഇത്? ഓക്കെ. ഇനിയാണ് നമ്മൾ ശരിക്കും കളിക്കേണ്ടത് കേട്ടോ. കാരണം അതെന്തോ ഗ്ലിച്ച് കാരണം എല്ലാം സേവായി കിടക്കുമായിരുന്നു. ഇതൊക്കെ കൊള്ളാം ഗൈസ്. ഈ ഗെയിം ടൈം പാസിൽ നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് കളിക്കാവുന്ന ഒരു ഗെയിമാണ്. അത്ര ഹൊററും ഒന്നുമല്ല, പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ നല്ലൊരു ഗെയിം തന്നെയാണ്. കഥ അറിയാം ബ്രോ ഗൈസ്. പിന്നെ എൻ്റെ ബർത്ത്ഡേ എപ്പോഴാണെന്ന് ഞാൻ പറയാം. മൈ ബർത്ത്ഡേ ചങ്ങായി വന്ന് പിടിച്ച് ശരി എന്നാ ചേട്ടാ. ഓക്കെ, എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി 27 ഇതെന്താ? ജനുവരി 27 ഗൈസ് ഞാൻ ജന്മം വെച്ചതല്ല, ഞാൻ ജനിച്ചത്. ഞാൻ ജനിച്ചതല്ല, അഡ്ജസ്റ്റ് ഗൈസ്. ഞാൻ ജനിച്ചത് ജനുവരി 27. അന്ന് എനിക്ക് എൻ്റെ പപ്പ ഒരു ഗിഫ്റ്റ് തരും. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PS5 ആണ് ഗൈസ്. പക്ഷേ നിങ്ങൾക്ക് PS5 വേണമെങ്കിൽ ഞാനൊരു സാധനം പറയാം. അത് ഒരു PS5 എന്ന് വേണം പറയാൻ പറ്റത്തില്ല, ഒരു സാധനമാണ്. അതിപ്പോൾ നമ്മുടെ PS5-നേക്കാളും ഭയങ്കര കുഞ്ഞ് ഗൈസ്. പിള്ളേരുടെ കയ്യിലൊക്കെ ഒതുങ്ങുന്ന അതേ സാധനം. അതൊരു കളിപ്പാട്ടം പോലെ ഇരിക്കുക. പക്ഷെ അതിൻ്റെ അകത്ത് PS2-ലൊക്കെ ഉള്ള ഗെയിംസൊക്കെ ഉള്ളത്. അല്ലാണ്ട് വേറെ ഗെയിംസ് GTA 5 ഒന്നും കിട്ടിയല്ല ഗൈസ്. ഇനി PS5 വാങ്ങാൻ കാശില്ലാത്തവർക്ക് അത് വാങ്ങാം. അതൊരു ഡ്യൂപ്പ് PS5 ആണെന്ന് ഞാൻ പറയൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ പോയി അടിച്ചു കൊടുത്താൽ മതി. ഫേക്ക് PS5 അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ PS2-ലെ ഗെയിംസൊക്കെ ശരിക്കും കിട്ടും. അത്രയ്ക്കും നല്ലതാണ്. പക്ഷേ അതിന് ഭയങ്കര വിലക്കുറവാണ് ഗൈസ്. 3000 അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ കയറി വാങ്ങിയാൽ മതി. ക്യാഷ് എന്നാ പറയുക, എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന അത്ര ഒരു ബഡ്ജറ്റേ ഉള്ളൂ അതിന്. അപ്പോൾ കളിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് കളിക്കാം. എനിക്ക് തോന്നുന്നു ഞാൻ അത് വാങ്ങണം നല്ലത്. അതിലപ്പോൾ നമുക്ക് ഗെയിമൊക്കെ വിളിച്ച് നമുക്ക് ഈ യൂട്യൂബ് ചാനൽ ഇടാമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടം വരെ എത്തി കഴിച്ച് നമ്മൾ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാരണം വേറെ ഒന്നല്ല, നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ടാണല്ലോ. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിമറുടെ പേരൊന്ന് പറയണം ഗൈസ്. കാരണം എനിക്കിഷ്ടമുള്ള ഏറ്റവും വലിയ ഗെയിമറാണ് ഗെയിം തെറാപ്പിസ്റ്റ്. പിന്നെ അബിസം, ന്യൂബ് മാസ്റ്റർ, ഇവർക്കൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ കുറേ മെസ്സേജ് അയച്ചിട്ടുണ്ട്, പക്ഷെ കണ്ടിട്ടില്ല. അബിസമിനെയൊക്കെ ഞാൻ 1500 വർഷം വിളിച്ചിട്ടുള്ള. അബിസം ഈ വീഡിയോ കാണണം പ്ലീസ്. കമൻറ്റ് ഇട്ടാലും മതിയേ. എനിക്ക് കാണുമെന്ന് തന്നെ അറിയത്തില്ല, എൻ്റെ വീഡിയോയിൽ ആരും കാണുന്നവരുമില്ല. അപ്പോഴാണ് പിന്നെ അബിസം കാണാൻ പോണേ. കാണുമായിരിക്കും ഗൈസ്, എനിക്കറിയില്ല.
ഓക്കെ ഇപ്പം നമുക്ക് ഓൾമോസ്റ്റ് സാധനങ്ങളെല്ലാം കിട്ടി. ഓക്കെ ഇത് ഓക്കെ അത് ഫാൻ കറങ്ങി. പക്ഷേ ഇതെന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല ഈ സംഭവം. എന്തെങ്കിലും എനിക്കറിയില്ല. ഇനി നമുക്ക് വേറൊരു സാധനം ഓണാക്കണേ. അതൊരു ആരും ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട് ഈ ഗെയിമിൽ. ഇതുണ്ടത് ഇവിടുത്തെ ഒരു സംഭവം നമ്മൾ തുറന്നിടണം. ജനറേറ്റർ അല്ലേ ഇത്? തുറന്നിട്ട് ഇതെന്തായത് വരാത്തേ? ഓക്കെ ബോൾ വലിച്ച് താഴെ ഇട്ടിട്ടുണ്ട്. സോറി നമ്മൾ താഴോട്ടാക്കിയിട്ടുണ്ട്. ഇത് തുറക്കുന്നില്ലല്ലോ. അയ്യോ ഈ സാധനം നമ്മൾ ആദ്യം കളിച്ചപ്പോൾ എല്ലാം സേരായിരുന്നു. പക്ഷേ എല്ലാം അതുപോലെ തന്നെ കിടക്കരുത്. ആരോ കളിച്ചിട്ടിട്ട് പോയതുപോലെ. പക്ഷെ വേറെ സംഭവം ഈ താക്കോൽ ഇതൊന്നും വേണ്ട കേസ്. ഇപ്പോൾ നമുക്ക് കുറച്ച് മാറി നിന്ന് ഇതൊക്കെ താഴെ ഇടാം. അല്ലെങ്കിൽ ഇതിൻ്റെ സൗണ്ട് കേട്ട് ചെങ്ങായി വരാൻ സാധ്യത. ഇത് ഞാൻ നേരെ എൻ്റെ കൂട്ടുകാരനൊരു ദിവസം ഉണ്ടല്ലോ ഇതുപോലെ കളിച്ചതാണ്. പക്ഷേ ഇതവിടെ നിന്ന്. പക്ഷേ ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൻ കളിച്ചപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ മറ്റേ കാന്തം പോയി ഗൈസ്. പിന്നെ ആരും കാന്തം എടുത്തിങ്ങനെ ഇങ്ങനെ അറിയാണ്ട് എറിഞ്ഞു പോയാൽ പിന്നെ കിട്ടത്തുമില്ല. പിന്നെ ആദ്യം തൊട്ട് റീസ്റ്റാർട്ട് വെച്ച് കളിക്കേണ്ടി വരും. അയ്യോ കണ്ട ഞാൻ അറിയാണ്ട് ഇപ്പോൾ എറിഞ്ഞു പോയതാ. അപ്പം അങ്ങനെ കളിക്കുക ശ്രദ്ധിക്കുക കേട്ടോ. കാരണം എൻ്റെ കൂട്ടുകാരനൊന്നും അനുഭവം ഉള്ളതാ. ഇതെന്താണിത് നേരെ നിന്നാ ഗൈസ്? നിങ്ങൾ കമൻറ്റ് ചെയ്ത് നമ്മൾ അടുത്ത ഹൊറർ ഗെയിംസൊക്കെ കളിക്കുന്നതാണ്. എനിക്ക് ചെറിയ പേടിയുണ്ട് ഗൈസ്. ഹൊറർ ഗെയിംസൊക്കെ കളിക്കാൻ ഭയങ്കര പേടി എനിക്ക്. ഞാൻ പെട്ടെന്ന് ഇതായിപ്പോയി. പിന്നെ എന്നാന്ന് പറയട്ടെ, ഞാൻ എങ്ങാനും വീഡിയോ ഇട്ട് വല്ല നിങ്ങൾ സജസ്റ്റ് ചെയ്ത് വല്ല ഗെയിം കളിക്കുവാണെങ്കിൽ, ഹൊറർ ഗെയിം വല്ലതും കളിക്കുവാണെങ്കിലുണ്ടല്ലോ ഞാൻ പേടിച്ച് അങ്ങനെ ഇരിക്കും എന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ല, പെട്ടെന്ന് ഇതങ്ങ് ഓഫാക്കും ഗെയിം. അപ്പോൾ ഇതിനൊരു റെക്കോർഡും ഓഫാവും. കാരണം അത്രയും പേടിപ്പെടുത്തുന്ന ഗെയിമൊക്കെ എനിക്ക് കളിച്ച് പേടിയാകുന്നുള്ളതാണ്. അയ്യോ പക്ഷെ ഇതിൻ്റെ കൂടെ എന്താ ഇത് താഴെ പോണേ? ഇത് പൊക്കത്തിരുന്നോ? എൻ്റെ പൊക്കത്തിരിക്കി. ഫസ്റ്റ് ചെരിഞ്ഞ് ഇതാരും മോഹൻലാലാണ് ചെരിഞ്ഞിരിക്കുക. ഗൈസ് നിങ്ങൾ എന്തൊക്കെ ഏത് പടം പിന്നെ കണ്ടെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. പുതിയ നിവിൻ പോളിയുടെ പടമൊക്കെ ഇറങ്ങിയില്ലേ, അത് ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. പിന്നെ നമ്മുടെ ദിലീപിൻ്റെ പടം എല്ലാവരും പറയുന്നു അത് പോരാന്ന്. ബബ്ബയോ അത് പോരാന്നാണ് പറയണേ. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല ഗൈസ് ഇതുവരെയായിട്ട്. അത് 25 വരെ ഉള്ളതെന്നാണ് പറഞ്ഞത്. പക്ഷേ 25 കഴിഞ്ഞിപ്പോൾ 1 തീയതിയായി. ക്രിസ്മസും വരെ ഉള്ളത് ആ പടം ബബ്ബയോ അത്. പക്ഷെ ട്രെയിലറൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ ഇനി നമുക്ക് ഈ പിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പിന്ന് എടുത്തിട്ടാണ് ബാക്കി പരിപാടി. ഇനി അവിടെ ഇരിക്കുന്ന ഫ്രഞ്ച് എടുക്കണം. അപ്പം ചെങ്ങാൻ ഇവിടെ ഇട്ട് കറക്കിയിട്ട് വേണം എടുക്കാൻ. നല്ല പണി വാളും. മിസ്റ്റർ കോൺക്രീറ്റ് അയ്യോ എൻ്റെ പൊന്നോ ചേടാ ഞാൻ പേടിച്ചു പോയി കേട്ടോ. അയ്യോ അതെന്തായിരുന്നത്? അയ്യോ ഓടിക്കാ അയ്യോ എൻ്റെ പൊന്നു നമ്മൾ ഭാഗ്യത്തിന് രക്ഷപ്പെട്ട്. നല്ലിപ്പോൾ പിടിച്ചാൽ കേട്ടോ ആള്. നമുക്കിനി കുറച്ച് പരിപാടി കൂടെ ഉള്ളു. എന്നാൽ നമുക്ക് കുട്ടീനെ രക്ഷിക്കാം. ചിലപ്പോൾ കുട്ടീനെ രക്ഷിക്കാൻ നമ്മൾ അടുത്ത പാർട്ടിൽ ഇടൂ. ഇന്നാ ചാടിക്കോ. ഓക്കെ ഇനിയാണ് കളി. ഇത് തുറക്ക്. ഈ ഫ്രഞ്ച് എടുത്തിട്ട് നമുക്ക് ഒന്ന് രക്ഷപ്പെടണം. ചടിക്കോ. അയാൾ പിടിച്ച്. രക്ഷപ്പെട്ടു. ഫ്രഞ്ച് കയ്യിലുണ്ട്. ഞാൻ പൊന്നോ അല്ലേ ഇപ്പോൾ ചാവണ്ടേ അങ്ങനെ. ഗൈസ് ഇവിടെ കുനിഞ്ഞോ ചിലപ്പോൾ അയാൾ കാണാതുണ്ട്. കണ്ടില്ല. ഇത് ഊരിയിട്ട് ഇതിൻ്റെ പൊക്കത്തോട്ട് ഓടിക്കോ ഒറ്റ ഓട്ടം. എന്നിട്ട് ഇവിടെ ചാടുക. പൊളി ഇപ്പോൾ ചാടിയിട്ടുണ്ട്. ഇനി ഇതെടുക്കുക. ഇനി ഈ ഫ്രഞ്ച് എടുക്കുക. ഇത് എറിഞ്ഞ് പൊട്ടിച്ചിട്ട് ചാടി നേരെ അങ്ങോട്ട് ചാടുക.
എന്നിട്ട് ഉള്ളിനൊക്കെ ഇട്ട് വട്ടം കണക്ക്. ഓക്കെ, നമ്മൾ കുട്ടീനെ രക്ഷിക്കാൻ പോണ്. വാസു ഇറങ്ങി വാ ഇങ്ങോട്ട്. താടി വാസു ചിലപ്പോൾ കുളിക്കുമായിരിക്കും, സുഖിച്ച് കിടക്കുമായിരിക്കും കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ ടബിൻ്റെ. എന്തിയാള് എനിക്ക് ദേ വന്നു 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 അലിബായി വന്നു കേസ്. യവഹേയാലേ ഇങ്ങോട്ട് വാ, നമ്മുടെ അടുത്ത കളി. ഇങ്ങോട്ട് വാ. ഇയാളൊരു പാലെറിയും കേസ്. അതിൽ നമ്മൾ ചെന്നാൽ നമ്മൾ ഒരുപാട് ആമനെ പോലെ പതുക്കുന്നത് ഇങ്ങനെ നടക്കും. അപ്പം അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ വേണം പോകാൻ. ഞാൻ മഹാകള്ളനാണ്. ചാടിക്കോ. അയ്യോ എൻ്റെ പൊന്നാതെന്തായിരുന്നു അത്, നമുക്ക് മിസ്സായതാ ചാടിയത്. ഓക്കെ, ഇനി ഓടിക്കോ. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് ഓടിയിട്ട് നമ്മൾ കുട്ടീനെ രക്ഷിക്കാൻ പോകുന്നു. തുറക്ക്. ഗായ്സ്, അങ്ങനെ നമ്മൾ എസ്കേപ്പ് ആയിട്ട് കുട്ടീനെ രക്ഷിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ അപ്പുറത്തോട്ടുള്ള കളിയൊക്കെ നമ്മൾ ബാക്കി പാർട്ട് 2 ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യത്തിനായിട്ട് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പ്ലീസ് ഗൈസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് വളരെ വിഷമമായി, പ്ലീസ്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ലോഗോ കണ്ടായിരുന്നോ? എനിക്കറിയത്തില്ല, ഞാൻ ഇട്ടായിരുന്നു. നമ്മുടെ പുതിയ ഫോട്ടോ ഒക്കെ മാറ്റിയിട്ട് ലോഗോ വെച്ചിട്ടുണ്ട്. അത് നല്ല രസമുണ്ട് ഗൈസ്. ഞാൻ ജിമിനീനെ കൊണ്ടുണ്ടായിപ്പിച്ച. ജിമിനി കൊള്ളാം കേട്ടോ ആൾ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വല്ല ചാനലുണ്ടെങ്കിൽ വല്ല ലോഗോ വേണമെങ്കിൽ ജിമിനോട് പറഞ്ഞാൽ മതി, അതും വരെ എന്നെ സെറ്റ് ചെയ്ത് തരും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഗൈസ്, അത് പറയാൻ പറഞ്ഞത്. ഹാപ്പി ന്യൂ ഇയർ. ഇപ്പോൾ പുതിയ വർഷത്തിലേക്കൊരു നല്ല വർഷം ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹാപ്പി ന്യൂ ഇയർ ആൻഡ് പീസ് ഔട്ട്.